ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാമയും കൂട്ടി അംബാലിക ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഡോക്ടർ ഭാമയെ പരിശോധിക്കാൻ കേട്ടോ. എന്നിട്ട് പരിശോധനയൊക്കെ കഴിഞ്ഞ ശേഷം അംബാലികയോടും ഭാമയോടും ചേർന്ന് പറയുകയാണ്, നമ്മൾ പ്രതീക്ഷിച്ചത് പോലെയല്ലല്ലോ കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് പറയുമ്പോൾ അവരാകെ അന്തം വിട്ടു പോവുകയാണ് കേട്ടോ. എന്താ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ, നേരത്തെ ഭാമ ഇവിടേക്ക് വന്നപ്പോൾ തന്നെ എനിക്കൊരു സംശയമുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ സംശയം ശരിയാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ, എനിക്കൊരു ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വരാനുണ്ട് എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും നഴ്സ് റിപ്പോർട്ടുമായിട്ട് വരികയാണ്. എന്നിട്ട് അതിൽ നോക്കിയ ശേഷം ഡോക്ടർ പറയുകയാണ്, ഭാമ വീണ്ടും ഒരു അമ്മയാവാൻ പോകുന്നു എന്നങ്ങ് പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ഭാമയും അംബാലിക ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ് ഡോക്ടർ, എന്താ ഭാമയെ സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭാമ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അതെന്താ ഭാമ എനിക്ക് സന്തോഷമില്ലാത്തത് എന്ന് ചോദിക്കും. സന്തോഷമില്ലാഞ്ഞിട്ടല്ല ഡോക്ടർ, ഞാൻ എൻ്റെ ചേച്ചിക്ക് വാക്ക് കൊടുത്തതായിരുന്നു എന്ന് പറയുമ്പോൾ, നിനക്ക് ദൈവം വിധിച്ചത് നിന്റെയും അവയുടെയും കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കണം എന്ന് തന്നെയാണ്, മറ്റുള്ളവരുടെ കുഞ്ഞിനെ ചുമക്കാനല്ല എന്ന് പറയുന്ന സമയത്തൊക്കെ ഭാമ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അംബാലികയുടെ മനസ്സിലാണെങ്കിലോ, ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ, ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അംബാലിക ഡോക്ടറോട് പറയുകയാണ്, അതിന് ഡോക്ടർ, ഞങ്ങൾക്ക് സന്തോഷമില്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾ ഭാവനയ്ക്ക് ഒരു വാക്ക് കൊടുത്തു പോയി, ആ ഒരു വിഷമമാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. ഭാവനയുടെ പ്രതീക്ഷ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അവളെ നിരാശപ്പെടുത്തേണ്ട ഒരു അവസ്ഥ വരികയല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു വിഷമം വരുന്നത് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഡോക്ടർ പറയണ, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഭാവനയ്ക്ക് മറ്റാരെയെങ്കിലും സരോഗസി കുഞ്ഞിനെ കിട്ടാനാവും ദൈവത്തിൻ്റെ വിധി എന്ന് ഡോക്ടർ പറയുകയാണ്. അങ്ങനെ അംബാലികയും ഭാമയും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് ഭാമ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അംബാലിക പറയണം, മോളെ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ, എന്താ അമ്മേ എന്ന് ചോദിക്കാൻ കേട്ടോ. എന്തായാലും നമ്മൾ ഭാവനയ്ക്ക് ഒരു വാക്ക് കൊടുത്തതായിരുന്നു, ഇനിയിപ്പോൾ അതിനിപ്പോൾ കഴിയില്ല, ഭാവനയ്ക്ക് അത് താങ്ങാനും കഴിയില്ല. നമ്മൾ ഒരു വാക്ക് പറഞ്ഞിട്ട് ഇപ്പോൾ അവളെ ചതിച്ചതുപോലെ ആയില്ലേ എന്ന് ചോദിക്കും. അതിന് അമ്മ, നമ്മൾ മനഃപൂർവ്വം ചെയ്തതല്ലേ, ഇത് ദൈവത്തിൻ്റെ വിധിയല്ലേ, എന്ത് ചെയ്യാനാണ്, ചേച്ചിക്ക് മറ്റാരെയെങ്കിലും എത്രയും പെട്ടെന്ന് ദൈവം ഒന്ന് കാണിച്ചു കൊടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ ഭാമ ഇങ്ങനെ വിഷമത്തോടു കൂടി പറയുകയാണ്. അപ്പോൾ അംബാലിക മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ സമയത്ത് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയെങ്കിലും അബിയെയും ഭാമയെയും എന്നേക്കുമായി അകറ്റാൻ കഴിയണം, അതിന് ബുദ്ധിപൂർവ്വം കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ അംബാലിക മനസ്സിലിങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. എന്നിട്ട് ഭാമ പറയുകയാണ്, ചേച്ചിക്ക് മറ്റാരെയെങ്കിലും എത്രയും പെട്ടെന്നൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു, ഞാൻ ഇനി ഇക്കാര്യം എങ്ങനെയാണ് എൻ്റെ ചേച്ചിയോട് പറയുക, ആ ഒരു വിഷമമാണ് എനിക്ക്, എൻ്റെ ചേച്ചിയോട് ഞാൻ ഇനി നേരിൽ കണ്ട് മാപ്പ് പറയണമെന്ന് പറയുമ്പോൾ, അതിന് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മോളെ, ഇതൊക്കെ ദൈവത്തിൻ്റെ വിധിയല്ലേ, നമ്മൾ ഭാവനയ്ക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാൻ വേണ്ടി വാക്കൊക്കെ കൊടുത്തു, അത് ശരി തന്നെയാണ്, പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടല്ലേ കാര്യങ്ങളൊക്കെ വന്നത്, എന്തായാലും മോൾ ഇവിടെ നിൽക്ക്, ഞാൻ ഡോക്ടറുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അംബാലിക മനസ്സിൽ ദുരുദ്ദേശം വെച്ചിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ഡോക്ടറോട് പറയുകയാണ്, ഡോക്ടർ, ഞാനൊരു കാര്യം പറയുമ്പോൾ ഡോക്ടർ എന്നെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറയുമ്പോൾ, എന്താണ് അംബാലികയെ, ഞാനിപ്പോൾ സൂര്യയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ ഒരുങ്ങുകയായിരുന്നു, ഭാമയ്ക്ക് വിശേഷമുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ആദ്യമേ സംശയമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി ടെസ്റ്റ് നടത്താമെന്നൊക്കെ അവരോട് പറഞ്ഞത്. സൂര്യ എന്നെ കുറച്ച് നേരത്തും കൂടി വിളിച്ചതായിരുന്നു ഭാമയുമായിട്ട്, എന്നാണ് ഞങ്ങൾ വരേണ്ടത് എന്ന് ചോദിച്ചിട്ട്, എന്തായാലും ഞാൻ ഇനി സൂര്യയോട് വിളിച്ച് പറയട്ടെ, അതിനു വേണ്ടി ഒരുങ്ങുകയായിരുന്നു, എന്താണ് അംബാലികയ്ക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കാണ്ട്. അപ്പോഴത്തേക്കും സൂര്യയ്ക്ക് വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുമ്പോൾ ഫോൺ അങ്ങ് വാങ്ങുകയാണ് അംബാലിക. എന്നിട്ട് പറയണേ, ഇപ്പോൾ തൽക്കാലം സൂര്യയെ ഒന്നും അറിയിക്കേണ്ട എന്ന് പറയട്ടോ. അതെന്താ അംബാലിക എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറയുന്നത് ഡോക്ടർ ഒന്ന് ക്ഷമയോടുകൂടി കേൾക്കണം എന്ന് പറയാണ്. എന്താ അംബാലിക കാര്യം പറ. ഡോക്ടർ, ഭാമയ്ക്ക് ഇപ്പോൾ സരോഗസി വഴി സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞിനെ അമ്മയാവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു, പക്ഷേ ദൈവം ഇങ്ങനെയാണ് തീരുമാനിച്ചത്, പക്ഷേ ഇക്കാര്യം ഞാനും ഡോക്ടറും മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ, ഇനി ഇത് വേറൊരാളും അറിയണ്ട, നമുക്ക് ഇനി സരോഗസി വഴി ഭാമയിൽ കുഞ്ഞിനെ ഉണ്ടാക്കാം എന്നുള്ള ആ കാര്യം അതുപോലെ തന്നെ തീരുമാനിക്കാമെന്ന് പറയുമ്പോൾ, അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്, ഭാമ ഇപ്പോൾ ഒരു അമ്മയായില്ലേ എന്ന് പറയുമ്പോൾ, അതല്ല ഡോക്ടർ, ഞാൻ പറയുന്നത് ഡോക്ടർ ഒന്ന് ശ്രദ്ധിക്കണം, സൂര്യയ്ക്കും ഭാവനയ്ക്കും ഒരു കുഞ്ഞിനെ കൊടുക്കാൻ എന്നുള്ളത് ഭാമ ഏറ്റതായിരുന്നു സരോഗസി വഴി, അപ്പോൾ നമുക്ക് ഡോക്ടർ സരോഗസി നടത്തി എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഭാമ ഗർഭിണിയായി എന്നങ്ങ് പറയാം, കാരണം എന്തായാലും ഭാവനയുടെ സ്വന്തം അനിയത്തി തന്നെയല്ലേ ഭാമ, അപ്പോൾ ഭാമ പ്രസവിക്കുന്ന ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി സൂര്യയ്ക്കും ഭാവനയ്ക്കും കൊടുക്കാം, അത് ആരും അറിയാനും പോകുന്നില്ല, ഞാനും ഡോക്ടറും ഭാമയും മാത്രമാണ് ഇത് അറിയുകയുള്ളൂ, അതുപോലെ ഭാവനയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സഹായമായിരിക്കും ഭാമയ്ക്ക് ഇത് കഴിയുക എന്ന് ഡോക്ടർ അംബാലികയോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ അംബാലിക പറയുന്നത്, ഡോക്ടർ ദേഷ്യപ്പെടരുത്, ഞാൻ പറയുന്നത് ഒന്ന് ചിന്തിച്ച് നോക്ക്, ഭാവനയുടെ
ഭാമയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക് ഡോക്ടർ. അവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു സഹായം ഡോക്ടർക്ക് കൂടി ചെയ്തൂടെ? ഡോക്ടർക്ക് ഞാൻ അതിന് എത്ര പൈസ വേണമെങ്കിലും എത്ര ലക്ഷം വേണമെങ്കിലും ഞാൻ തന്നോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ അതിലങ്ങ് വീഴുകയാണ് കേട്ടോ. എന്നിട്ട് അംബാലികയുടെ ഈ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുകയാണ്. എന്നിട്ട് ഡോക്ടറോട് പറയുകയാണ്, ഈ കാര്യം നമ്മൾ 3 പേര് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അംബാലിക ഡോക്ടറോട് പറയാണ്, എൻ്റെ വാട്സപ്പിലേക്ക് ഡോക്ടറുടെ അക്കൗണ്ട് നമ്പർ അയക്കണം, ഞാൻ ഡോക്ടർക്ക് ലക്ഷങ്ങൾ തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് അംബാലിക അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് ഭാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയണ, അമ്മേ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാമെന്ന് പറയുമ്പോൾ, ആ മോളെ നമുക്ക് പോവാം, പക്ഷേ നീ അബിക്ക് വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ വിളിച്ചിട്ടില്ല, വീട്ടിലെത്തിയ ശേഷം ഞാൻ വിളിച്ചോണ്ട് എന്ന് പറയുമ്പോൾ, മോൾ ഇപ്പോൾ അബിയെ വിളിച്ച് ഇക്കാര്യം പറയണ്ട എന്ന് പറയട്ടോ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ഞാൻ വീട്ടിൽ ചെന്ന് നിന്നോട് എല്ലാ കാര്യവും പറയാമെന്നും പറഞ്ഞ് അവർ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് അംബാലിക മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടത്താൻ വേണ്ടിയിട്ട് ഭാമയുടെ മുന്നിൽ അങ്ങ് അഭിനയിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണ്, ഭാവന ഒരു പാവം തന്നെയാണ്, ഭാവനയോട് എനിക്ക് ദേഷ്യമുണ്ടായിരുന്നു, പക്ഷേ ഭാവനയ്ക്ക് നമ്മൾ കൊടുത്ത വാക്ക് അത് പാലിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മോളെ ഞാൻ പറയുന്നത് മോളൊന്ന് മനസ്സിരുത്ത് ആലോചിക്കുക. ഇപ്പോൾ തൽക്കാലം മോള് ഗർഭിണിയാണെന്നുള്ള കാര്യം അബിയെ അറിയിക്കേണ്ട, പിന്നെ ആരെയും അറിയിക്കേണ്ട, ഞാനും നീയും ഡോക്ടറും മാത്രം തൽക്കാലം ഇത് അറിഞ്ഞാൽ മതി. എന്നിട്ട് നമുക്ക് സരോഗസി വഴി കുഞ്ഞുണ്ടാവാം എന്നുള്ള ആ ഒരു കാര്യത്തിലല്ലേ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഭാവനയോടും സൂര്യയോടും അക്കാര്യത്തിന് വേണ്ടി നീ ഡോക്ടറുടെ അടുത്തേക്ക് പോവണം. എന്നിട്ട് സരോഗസി വഴി നടത്തിയിട്ടാണ് നീ ഗർഭിണിയായത് എന്നുള്ളത് എല്ലാവരെയും വിശ്വസിപ്പിക്കണം. എന്നിട്ട് ഈ കുഞ്ഞിനെ അവർക്ക് കൊടുക്കാം എന്ന് പറയാട്ടോ. അത് കേൾക്കുമ്പോൾ ഭാമ ആകെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. എന്താ അമ്മ ഈ പറഞ്ഞിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, മോളെ ഭാമേ, നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. നിന്റെ ചേച്ചി നിന്നെ സ്വന്തം അമ്മയെ പോലെയാണ് നോക്കിയുണ്ടാക്കിയത്. എന്നിട്ട് നിനക്ക് വേണ്ടി എന്തെല്ലാം സഹായമാണ് ചെയ്തത്. പക്ഷേ ഭാവനയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ എത്രമാത്രം അധികം വിഷമിക്കുന്നുണ്ട് അവർ. അതുകൊണ്ട് നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായം ഇത് തന്നെയാണ്. ഈ കുഞ്ഞിനെ അവരുടെ കുഞ്ഞാണെന്നും പറഞ്ഞ് പ്രസവം കഴിഞ്ഞ് അവർക്ക് കൊടുത്താൽ മതി. അതല്ല മോളെ നല്ലത് എന്നങ്ങ് ചോദിക്കാൻ. ഭാമയുടെ മനസ്സിലേക്ക് സ്നേഹം അഭിനയിച്ചുകൊണ്ട് അംബാലിക ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഭാമയ്ക്ക് ഇങ്ങനെ തെറ്റില്ല എന്നുള്ള മനസ്സ് വരികയാണ് കേട്ടോ. അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. ഭാവനേച്ചിക്ക് ഒരു കുഞ്ഞ് ഉണ്ടായാൽ മാത്രമാണ് ഭാവനേച്ചിയുടെ ജീവിതം സുരക്ഷിതമാവുകയുള്ളൂ. ഒരിക്കലും സൂര്യേട്ടനെ പിരിഞ്ഞുള്ള ജീവിതം ഭാവനേച്ചിക്ക് താങ്ങാൻ കഴിയില്ല. ജയനിർമ്മലാൻ്റെ സ്വഭാവം നോക്കിയാൽ മറ്റൊരു വിവാഹം സൂര്യേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് നോക്കുകയുള്ളൂ. അപ്പോൾ അതിലും ഭേദം എൻ്റെ കുഞ്ഞിനെ അവരുടെ കുഞ്ഞാണെന്നും പറഞ്ഞു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ ഭാമ ആ സമയത്ത് ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ അംബാലിക പറഞ്ഞ വാക്കുകൾ ഭാമ അനുസരിക്കാൻ പോവുകയാണ്. അബിയോട് വീണ്ടും നീ ഒരു അച്ഛനാവാൻ പോകുന്നു എന്നുള്ള സത്യം മറച്ചു വെക്കാമെന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ അംബാലികയുടെ ക്ലാസ്സിൽ ഭാമ വീടുകയാണ്. അങ്ങനെ ഭാമയ്ക്ക് വലിയൊരു ചതി ഒരുക്കുകയാണ് അംബാലിക. അടുത്ത എപ്പിസോഡിൽ ഇനി അനിരുദ്ധനെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അനിരുദ്ധനെ വിളിച്ചു വരുത്തുകയാണ് വീട്ടിലേക്ക്. എന്നിട്ട് ആരും കാണാതെ അനിരുദ്ധനുമായി അംബാലിക സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇക്കാര്യം പറയുകയാണ്, ഭാമ വീണ്ടും ഗർഭിണി ആയിട്ടുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഞാനൊരു ഐഡിയ പ്രയോഗിച്ച് ഈ സമയത്ത് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടിയ പ്ലാനുകൾ നടത്താൻ കഴിയുകയുള്ളൂ എന്ന് പറയുക കേട്ടോ. അപ്പോൾ അനിരുദ്ധൻ ചോദിക്കുക, എന്താണ് നീ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, സരോഗസി വഴി ഭാവനയുടെയും കുഞ്ഞിനെ ഗർഭം ധരിക്കാനാണ് ഭാമ റെഡിയായി നിന്നത്. പക്ഷേ ഇപ്പോൾ അബിയുടെ കുഞ്ഞാണ് അവരുടെ വയറ്റിലുള്ളത്. പക്ഷേ ഈ സത്യം എനിക്കും ഡോക്ടർക്കും ഭാമയ്ക്കും ഇപ്പോൾ ചേട്ടനും മാത്രമാണ് അറിയുകയുള്ളൂ. ഇത് ഇങ്ങനെ തന്നെ തുടരണം. എന്നിട്ട് ആരെയും അറിയിക്കാതെ ഭാമയോട് ഞാൻ പറഞ്ഞത് ഈ കുഞ്ഞിനെ സൂര്യയ്ക്കും ഭാവനയ്ക്കും അവരുടെ കുഞ്ഞാണെന്നും പറഞ്ഞ് പ്രസവം കഴിഞ്ഞു കൊടുക്കാം. അതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയാവുമ്പോൾ എനിക്ക് എന്നേക്കുമായിട്ട് അബിയുടെ ജീവിതത്തിൽ നിന്നും ഭാമയെ തുരത്താനുള്ള ഒരു തുറുപ്പ് ചീട്ട് കൂടിയാണ് ഇത് എന്ന് പറയുമ്പോൾ, നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അംബാലിക വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. സ്വന്തം കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഏതൊരച്ഛനും സമ്മതിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് അബിയോട് ഇത് പറയാം. അന്ന് ഞാൻ അബിയോട് ഈ സത്യം അവൻ്റെ മുന്നിൽ വെച്ച് പറയും. ആ സമയത്ത് ഭാമയ്ക്ക് ഒരിക്കലും പിന്നെ അതിൽ നിന്നും പിന്മാറാൻ കഴിയില്ല. അതോട് കൂടിയിട്ട് ഭാമയുടെയും അബിയുടെയും ജീവിതം രണ്ടും രണ്ട് തട്ടായി മാറും. അതാണ് എൻ്റെ ലക്ഷ്യം. ഇത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്താൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ എന്ന് അനിരുദ്ധനോട് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അനിരുദ്ധനും മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവളെ ഏറ്റവും വലിയ പൊട്ടിയാവാനാണല്ലോ പോകുന്നത്. എന്തായാലും ഇവരുടെ ജീവിതം തകരണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിന് ഇവൾ പറയുന്നത് പോലെയൊക്കെ ഞാനും സമ്മതിച്ച്
അനുസരിച്ച് ഇവൾക്ക് ഓരോ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്നൊക്കെ അനിരുദ്ധ മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നീട് ഭാമയുടെ ഫോണിലേക്ക് ഭാവന വിളിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഭാമയ്ക്ക് വല്ലാത്ത വിഷമം വരികയാണ്. ഭാവനയോട് സംസാരിക്കുമ്പോൾ ഈ സത്യം മറച്ചു വെച്ചിട്ടാണല്ലോ ഞാൻ ഇനി ചേച്ചിയോട് സംസാരിക്കാൻ പോകും. ചേച്ചിയോട് ഞാൻ എങ്ങനെ ഇക്കാര്യം പറയും, ചേച്ചിക്ക് അത് എത്രമാത്രം വിഷമമാവും എന്നുള്ള ആ ഒരു ചിന്തയാണ് ഭാമയുടെ മനസ്സിലുണ്ടാകുന്നത്. അങ്ങനെ ഭാമ അധികമൊന്നും ഭാവനയോട് സംസാരിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഫോൺ വെച്ച ശേഷം ഭാവന ഇങ്ങനെ ആലോചിക്കാൻ പറ്റി. ഭാമയ്ക്ക് നല്ല വിഷമമുണ്ടല്ലോ, അവളുടെ സ്വരമൊക്കെ ആകെ മാറിയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ അംബാലിക അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവുമോ എന്നുള്ള ചിന്തയാണ് കേട്ടോ മനസ്സിൽ. അപ്പോഴാണ് അവിടേക്ക് സൂര്യ വരുന്നത്. എന്നിട്ട് സൂര്യ ചോദിക്കുകയാണ്, നീ എന്താ ആലോചിക്കുന്നത് ഭാവന എന്ന് ചോദിക്കുമ്പോൾ ഭാമയ്ക്ക് വിളിച്ചിരുന്നു സൂര്യ. ആ സമയത്ത് ഭാമയുടെ സംസാരമൊക്കെ നല്ല വിഷമത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. ഇനി അംബാലിക ആൻറ്റി അവിടെ വല്ല പ്രശ്നവും ഉണ്ടാക്കിയിട്ടുണ്ടാകുമോ എന്നൊക്കെ സംശയത്തോട് കൂടിയിട്ട് സൂര്യയോട് ഭാവന പറയുകയാണ്. അത് കേൾക്കുമ്പോൾ സൂര്യയ്ക്കും ഒരു സംശയം വരികയാണ്. അംബാലിക ആൻറ്റിയുടെ സ്വഭാവം അനുസരിച്ച് അവരെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല, അവർക്ക് ഓന്തിൻ്റെ സ്വഭാവമാണ് എന്നൊക്കെ ഇങ്ങനെ സൂര്യയും ഭാവനയോട് പറയുകയാണ്.